നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്, അത് പറയാനാ വിളിച്ചത്. എന്താ സിദ്ധു? ശരത്തിനെ പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യാന്നുള്ളതാണല്ലോ നമ്മുടെ ലക്ഷ്യം. അതെ. ചന്ദ്ര ഒരു പരാതി കൊടുത്താ എങ്ങനെ ഇരിക്കും? ശരത്തിനെതിരെയോ? ചന്ദ്ര ഒരിക്കലും അങ്ങനെ ചെയ്യില്ലല്ലോ സിദ്ധു. ചന്ദ്ര ശരത്തിനെതിരെ അല്ല പരാതി കൊടുക്കാൻ പോകുന്നത്. പക്ഷേ അത് ഫലത്തിൽ ശരത്തിനെതിരെ ആവും. മനസ്സിലായില്ല. റൂബിയുടെ നടേശന്റെ മരണത്തില് ശക്തമായൊരു പുനരന്വേഷണം വേണമെന്ന് ആ പരാതിയിൽ ചന്ദ്ര ആവശ്യപ്പെടും. അനാവശ്യമായി അതിന്റെ പേരില് റൂബിയുടെ ബന്ധുക്കളും പോലീസും തന്നെ ഹരാസ് ചെയ്യാണെന്ന് പരാതിയിൽ ചന്ദ്ര ആരോപിക്കും. ആ ആരോപണം ശരിയാണല്ലോ. പോലീസ് ചന്ദ്രയെ ചോദ്യം ചെയ്യാൻ വേണ്ടി സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചല്ലോ. അല്ല, അതിന് അങ്ങനെ ഒരു പരാതി കൊടുത്താൽ പോലീസിന് വീണ്ടും അന്വേഷിക്കേണ്ടി വരും. എന്നുവെച്ചാ ഒരു പുനരന്വേഷണം നടക്കുമെന്ന് അർത്ഥം. പുതിയൊരു ഓഫീസർക്കായിരിക്കും എന്തായാലും അന്വേഷണ ചുമതല. നമുക്കറിയാവുന്നത് നമുക്ക് ആ ഓഫീസറോട് പറയാലോ. അപ്പോ ആ വഴിക്ക് അന്വേഷണം പുരോഗമിക്കും. അത് ശരിയാ, അന്വേഷണം ആ വഴിക്ക് പുരോഗമിക്കും. പക്ഷെ അത് ശരത്തിൽ വന്ന് നിൽക്കോ? നിന്നാലും അറസ്റ്റിലേക്ക് അത് നയിക്കോ? എന്തുകൊണ്ട് നയിച്ചൂടാ? ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് പോലീസ് മുറയിൽ ചോദ്യം ചെയ്ത അവനെല്ലാം വിളിച്ചു പറയുന്നത് തന്നെയാ. അത്ര വലിയ ധൈര്യമൊന്നും അവനില്ല. നമ്മളൊരു ശ്രമം നടത്തി നോക്കുന്നു. ചിലപ്പോ വിജയിച്ചാലോ? പക്ഷേ പരാതി കൊടുക്കാൻ ചന്ദ്ര സമ്മതിക്കോ? അത് സമ്മതിക്കും, അല്ലെങ്കിൽ ഞാൻ സമ്മതിപ്പിക്കും. അന്വേഷണം ശരത്തിലേക്ക് തിരിയുന്നൊന്നും ചന്ദ്ര വിചാരിക്കില്ല. ഇനി തിരിഞ്ഞാലും അവൾക്കതിൽ പരാതിയൊന്നും ഉണ്ടാവില്ല. റൂബിയുടെ കൊലപാതകയെ കണ്ടുപിടിക്കേണ്ടത് ചന്ദ്രയുടെ കൂടി ആവശ്യമാണല്ലോ. കാരണം അത്രയ്ക്ക് അടുപ്പത്തിലായിരുന്നു രണ്ടുപേരും തമ്മില്. എന്നാ പിന്നെ വൈകണ്ട സിദ്ധു. നമ്മുടെ മുൻപിൽ ഇനി അധികം സമയമില്ല. എന്നാ ശരി സിദ്ധു. വാ, ഞാൻ കൊണ്ടുവിടാം. വേണ്ട, താങ്ക്സ്. കുഴപ്പമില്ല, ഇവിടെ അടുത്തല്ലേ, നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. ശരി. എവിടെ പോയതാ? നിന്നെ ദഹിപ്പിക്കാൻ പറ്റിയ ശ്മശാനം വല്ലതും ഉണ്ടോന്ന് അന്വേഷിക്കാൻ പോയതാ. എന്തേ? നീ നിന്റെ മറ്റവനും കൂടി ഒരുമിച്ച് വിചാരിച്ചാ പോലും അത് നടക്കാൻ പോകുന്നില്ല. എന്നെ പൂട്ടാൻ നീ കുറച്ച് പ്രയാസപ്പെടും. ആ പ്രയാസമേ ഞാൻ അങ്ങ് സഹിക്കും. ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ. എന്ത് ബുദ്ധിമുട്ട് വന്നാലും ഞാൻ അതൊരു ക്രെഡിറ്റ് ആയിട്ട് അങ്ങ് എടുക്കും. ഇത്രയും കാലം അടുത്ത് നിന്നിട്ടും എന്നെ നിനക്ക് മനസ്സായിരുന്നു ആലോചിക്കുമ്പോഴാ വിഷമം. ഞാനേ ഒരു കരിമ്പൂച്ച, ബ്ലാക്ക് ക്യാറ്റ്. എങ്ങനെ വീണാലും 4 കാലിലേ വീഴൂ. ഈ പൂച്ചയെ പിടിക്കുന്ന ഒരു പ്രത്യേക തരം വല ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അതാ നിന്നെ വീഴ്ത്താൻ ഞങ്ങൾ വിരിക്കാൻ പോകുന്നത്. ഓ, ഇത്രയും കാലം ഞങ്ങൾ മാത്രമേ നിന്റെ മുൻപിൽ ഉണ്ടായിരുന്നുള്ളൂ. ഇനിയിപ്പൊ കാക്കിയിട്ടവരും കൂടി ഉണ്ടാവും. കാക്കിയിട്ടവരും? അതെ, പോലീസുകാരെ. നിന്നെ സിവിലായിട്ടും ക്രിമിനലായിട്ടും നേരിടാനാ ഞങ്ങളുടെ പ്ലാൻ. അല്ല, കരിമ്പൂച്ചയാണല്ലോ. ഈ 4 കാലില് വീണ് ഒന്ന് കാണിച്ച കൊള്ളായിരുന്നു. അതിന് ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? അയ്യോ, അത് അന്വേഷണ ഉദ്യോഗസ്ഥര് നിന്നോട് പറയും. നീ ഇതുവരെ ചെയ്ത സകല തോന്നിവാസങ്ങളും പുറത്തു കൊണ്ടുവരാനാണ് ഞങ്ങളുടെ ശ്രമം. അത് വിജയിച്ച നിനക്ക് പിന്നെ സർക്കാർ ചെലവില് താമസിക്കാം. സെൻട്രൽ ജയിലായിരിക്കും ഉദ്ദേശിച്ചത്. ഷെടാ, മനസ്സിലാക്കി കളഞ്ഞല്ലോ. സന്തോഷം. എടി ദേവികേ, പോലീസ് സ്റ്റേഷൻ, ജയില് എന്നൊക്കെ കേൾക്കുമ്പോ പേടിക്കാന്നോ കരുതിയിരിക്കുന്നത്? നീ പേടിക്കുന്നുണ്ടോ ഇല്ലയോ ഇതൊന്നും ഞാൻ വിഷയാക്കുന്നില്ല.
നിന്നെ എത്രയും പെട്ടെന്ന് അകത്താക്കാൻ പറ്റുമോ അതാണ് എന്റെ ലക്ഷ്യം. അതിനുള്ള രൂപരേഖ തയ്യാറാക്കാൻ വേണ്ടിയിട്ടാ ഞാനിപ്പോ പോയത്. അത് തയ്യാറായി കഴിഞ്ഞു. അധികം വൈകാതെ തന്നെ അതിന്റെ എഫക്റ്റ് നിനക്ക് അനുഭവിക്കാൻ പറ്റും. ഞാൻ പേടിച്ചു പോയെന്ന് പറഞ്ഞേര് സിദ്ധുവിനോട്. നിന്നെ പേടിപ്പിക്കുകയൊന്നല്ല ശരത്തേ ഞങ്ങളുടെ ഉദ്ദേശം. തെറ്റ് ചെയ്ത ഒരു കോൾഡ് ബ്ലഡഡ് ക്രിമിനലിനെ നിയമത്തിന്റെ മുൻപിൽ എത്തിക്കാം. അതെത്തിച്ചിരിക്കും, എത്ര ബുദ്ധിമുട്ടേണ്ടി വന്നാലും.